ചെറുപഴമൊക്കെ വീട്ടിലുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചധികമൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കൊണ്ടുവരുന്ന സമയത്ത് പഴുത്തു പോകുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അതുപോലെ തന്നെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഉണ്ട്, എല്ലാം കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുനാരങ്ങയ്ക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ പകുതി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതുകൊണ്ട് പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കയ്പ്പുരസം വരാൻ ചാൻസ് ഉണ്ട്. പുറത്ത് വെച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ചെറുനാരങ്ങ ഇങ്ങനെ ആ ഒരു പീസ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള സീഡുകൾ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, അതിലിങ്ങനെ കട്ടായിട്ടുള്ള കുരുകളൊക്കെ ഉണ്ടാവും. അതുപോലെ മൊത്തത്തിൽ ആ ഒരു സൈഡിലുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റിക്കളയാം. എന്നിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കയ്പ്പുരസം വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് ആ ഫീഡ്ബാക്ക് പറയണേ. അതുപോലെ തന്നെ മുറിച്ച ചെറുനാരങ്ങ ഫ്രഷ് ആയിട്ടിരിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ആ ഒരു നീരെടുത്ത ശേഷമുള്ള തൊലി ഉണ്ടല്ലോ, അത് ബാക്കിയുള്ളതിൻ്റെ കൂടെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പിടിക്കുക. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്താലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും, നന്നായിട്ട് ജ്യൂസും കിട്ടും. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തത് നാരങ്ങയുടെ തൊലി വെച്ചിട്ടുള്ള നല്ലൊരു യൂസാണ് കേട്ടോ. അപ്പോൾ നാരങ്ങയുടെ തൊലി ഇനി ആരും കളയും ചെയ്യരുത്. ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു പഴയ പാത്രം, എന്തെങ്കിലും പഴയ ഒരു മൂടിയോ എന്തെങ്കിലും എടുത്താൽ മതി. ഇതുപോലെ 1-2 നാരങ്ങയുടെ തൊലി ഉണ്ടെങ്കിൽ അത് 2 ഇതേപോലെ അടുത്തടുത്തായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു കോർണറിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വേറെ ഒരുപാട് ഫുഡുകളൊക്കെ വെക്കുന്ന സമയത്ത് ചെറിയ സ്മെല്ലുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള സ്മെല്ലുകളൊന്നും ഉണ്ടാവില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ചില ഫുഡൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കുമ്പോൾ ഒരു ചെറിയ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യണേ. അടുത്തത് ബാത്റൂമിലൊക്കെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ മിൻറ്റ് ലീവ്സാണ്, പുതിനയുടെ ഇല കേട്ടോ. അപ്പോൾ ഈ ഒരു പുതിനയില ചട്ടിയിലൊക്കെ വളർത്തുന്നവരാണെങ്കിൽ എളുപ്പമാണ്, നമുക്ക് എപ്പോഴും കിട്ടും. ഇനിയിപ്പോൾ വാങ്ങിച്ചതാണെങ്കിൽ നമ്മളൊരു ബോക്സിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ടിഷ്യൂ പേപ്പറൊക്കെ ഇടയിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പുതിനയില ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് തിരുമ്മിയിട്ട് ഒരു വേസ്റ്റ് ആയിട്ടുള്ള അധികം യൂസ് ആക്കാത്ത ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു 2 പാത്രത്തിൽ ഇങ്ങനെ നമ്മൾ ബാത്റൂമിൻ്റെ ഒരു വെന്റിലേഷൻ്റെ ഭാഗത്തോ എവിടെയാണ് നിങ്ങൾക്ക് സ്ഥലമുള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും ബാത്റൂം തുറക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതുപോലെ പുതിനയുടെ ഇല വെച്ചിട്ടുള്ള വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഫ്ലാസ്കൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും കുറച്ച് നാൾ കൂടുമ്പോൾ അതിനൊരു സ്മെല്ല് ചേഞ്ച് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പുതിനയുടെ ഇലയുടെ ഒരു പീസായാലും മതി. ഇതുപോലെ ഒരു ദിവസം നമ്മൾ ഇതുപോലെ ഇട്ട് വയ്ക്കുക ആ ഒരു ഫ്ലാസ്കിലോട്ട്. എന്നിട്ട് പിറ്റേ ദിവസം ഒന്ന് വെറുതെ കുലുക്കി കഴിയാൽ മതി. ഫ്ലാസ്ക് നല്ല ഫ്രഷ് ആവും, അതിലുള്ള എന്തെങ്കിലും സ്മെല്ലുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഒക്കെ പോയി കിട്ടും. അടുത്തത് ചെറുപഴം കൊണ്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് പാളയംകോടൻ പഴം എന്നാണ് നമ്മളൊക്കെ ഇവിടെ പറയുക. നിങ്ങൾ എന്താണ് ഈ പഴത്തിന് പറയാമെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ഇതിന് ചെറിയൊരു പുളിയുള്ള പഴം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ, ഇങ്ങനത്തെ പഴമാണ് കേട്ടോ ഇതിന് വേണ്ടത്. അപ്പോൾ കുറച്ച് അധികം പഴുത്തു പോയാലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് അധികം കിട്ടില്ലേ, അങ്ങനെയുള്ള സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണേ. ഈ ഒരു റെസിപ്പിക്ക് കുറഞ്ഞതൊരു 10 പഴമെങ്കിലും വേണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല. നമ്മളിതിപ്പോൾ കുറച്ച് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഒരു 10 പഴം എടുത്തിട്ട് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരിഞ്ഞ് കുറച്ച് സമയം വെച്ചുകൊണ്ടാണ് ചെറിയൊരു കളർ ചേഞ്ച് വന്നത്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. എന്നിട്ട് അതിൽ നമ്മൾ എത്ര പഴം ഉണ്ടോ അത്രയ്ക്ക് അളവിന് തന്നെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 2 വിസിലടിക്കുക. 2 വിസിൽ എന്നുള്ളത് ഒരു 3 വിസിലായാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കണ്ടോ, ഇതുപോലെ കേട്ടോ. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പം നല്ല നൈസായിട്ടുള്ള അരിപ്പുണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ അരിപ്പയുടെ മുകളിൽ ഇതുപോലെ നല്ലൊരു കോട്ടൻ്റെ ക്ലോത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയ ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഈ ഒരു വേവിച്ചെടുത്തിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുക. ഈ ഒരു പഴത്തിൻ്റെ ജ്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ആ ഒരു എക്സ്ട്രാക്റ്റ് ഫുള്ളും പോരാ, നല്ല ഫോഴ്സിൽ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഇത് അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അത് ഒട്ടും തന്നെ ഇതിലേക്ക് വരാൻ പാടില്ല കേട്ടോ. ഇതിപ്പോൾ പാളയംകോടൻ പഴം ആയതുകൊണ്ട് തന്നെ ആ ഒരു ജ്യൂസിൻ്റെ കളർ കണ്ടോ, ചെറിയൊരു പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ ഞാൻ നന്നായിട്ട് ഇത് പിഴിഞ്ഞിട്ട് ആ ഒരു ജ്യൂസ് എടുക്കുന്നുണ്ട്. എല്ലാ ജ്യൂസും പിഴിഞ്ഞെടുക്കുമ്പോൾ ലാസ്റ്റ് തുണി തുറക്കുമ്പോൾ കണ്ടോ ഇതേപോലെ ഇങ്ങനെ ഒരു വേസ്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇത് ഇനി നമുക്ക് ആവശ്യമില്ല, ഇത് കളയാം കേട്ടോ. എന്നിട്ട് ആ തുണി നമുക്ക് വാഷ് ചെയ്തെടുക്കാം.
അപ്പോൾ ദാ ഇത്രയ്ക്കും ജ്യൂസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അളന്നിട്ട് വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു 3 ഗ്ലാസ് ജ്യൂസാണിത് ഉള്ളത് കേട്ടോ. 3 ഗ്ലാസ് ജ്യൂസിന് ഏകദേശം ഒരു 1.5 ഗ്ലാസ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളത് മനസ്സിലായവർ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതേപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഇതൊരു പാകത്തിന് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള മധുരമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു സ്മെല്ലിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ഗ്രാമ്പൂ ഉണ്ടല്ലോ, ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിളച്ച് കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് മാറ്റിയാൽ മതി. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതിനല്ലെങ്കിൽ തന്നെ ഈ ഒരു പഴത്തിന് നല്ലൊരു സ്മെല്ലാണ് ഉള്ളത്. വേറെ സ്മെല്ലിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇതിപ്പോൾ ഇതേപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് തിളച്ചിട്ട് വറ്റി വരണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് തിളച്ച ശേഷം ഇതൊന്ന് സിമ്മിലിടുക. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് പാളയംകോടൻ പഴം വെച്ചിട്ടുള്ള ജാമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരിക്കലെങ്കിലും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ തീയിലിട്ടിട്ട് ഇതിങ്ങനെ തിളയ്ക്കാൻ വിടുക. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊന്ന് ആയി വരട്ടെ. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ പഴുത്തിട്ടുള്ള പഴം വെച്ചിട്ടാണ് ചെയ്തത്. അതിന് പകരം കുറച്ചൊരു പാകത്തിന് പഴുപ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ജാമിന് പ്രത്യേകിച്ച് നമ്മൾ കളർ ആഡ് ചെയ്യേണ്ട തന്നെ ആവശ്യം വരില്ല. നല്ലൊരു കളറിൽ ഇത് കിട്ടും. അതിൻ്റെ ഒരു ഒരു കളർ കൊടുക്കും ഇതിന്. പക്ഷെ ഇത് ഇപ്പം നല്ലോണം പഴുത്തുണ്ടല്ലോ, അതുകൊണ്ടാണ് എനിക്കിതിൽ അത്ര ഭയങ്കര ഉദിച്ച് നിൽക്കുന്ന ഒരു കളർ കിട്ടാത്തത്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ബബിൾസ് വരും. തിളച്ചിങ്ങനെ പോവൊന്നുമില്ല. നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഒരു തവിയിലെടുത്തിട്ട് അതിൻ്റെ ഒരു ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒറ്റനൂൽ പരിവൊന്നും ആവണ്ട. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഇതിനെ സെറ്റാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു ജാമ് ആയി വരുന്ന സമയത്ത് ഇതേപോലെ നിറച്ചും ബബിൾസ് വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, അതിന് ലിക്വിഡൊന്നും കാണില്ല, ഫുള്ള് ഇങ്ങനെ ബബിളായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര വല്ലാണ്ട് ഇങ്ങനെ ക്രിസ്റ്റലായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതേപോലെ നന്നായിട്ട് ബബിളായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ലെമൺ ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പുളിരസവും വരും, അതുപോലെ തന്നെ പഞ്ചസാര കട്ട പിടിക്കുകയില്ല. അത് രണ്ടിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ്സിൽ ഇത് വേണോ അതിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ കുറച്ചൊരു ലൂസിലാണ് എടുക്കുന്നത്. ഇവിടെ കുട്ടികൾക്കൊന്നും അങ്ങനെ ബ്രെഡിൽ പുരട്ടിയിട്ട് കഴിക്കുന്ന ഒരു ശീലമില്ല. അവർക്ക് ജാമ് പൊതുവെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. വെറുതെ ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്തിട്ട് ഇങ്ങനെ തോണ്ടി കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ലൂസായിട്ടുള്ള പരുവത്തിൽ വെച്ചിട്ട് ഇത് നിർത്തുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കറക്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ജാമിൻ്റെ പോലെ നല്ല കട്ടയായിട്ട് കിട്ടും. ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ലെമണും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ വല്ലാത്ത ചൂടൊന്ന് മാറുന്ന സമയത്ത് നമുക്കിതൊരു ബോട്ടിലോട്ട് ഒഴിച്ച് വയ്ക്കാം. നല്ല പൊള്ളുന്ന ചൂടോടെ ഒഴിക്കേണ്ട, ചിലപ്പോൾ ബോട്ടിൽ പൊട്ടിയാലോ. അപ്പോൾ ഒന്ന് ചൂട് കുറയുന്ന സമയത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, നമ്മുടെ ജാം ആയിട്ടുണ്ട്. ഒരു ചെറിയ ബോട്ടിലും പിന്നെ ഒരു കുറച്ചും കൂടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത്ര പഴമല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് സെറ്റായി വരുമ്പോൾ, ഇപ്പോൾ ഇത് കുറച്ച് ലൂസാണ്. ഇത് നാളെ ആകുമ്പോഴേക്കും ഒന്നും കൂടെ സെറ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം തിളപ്പിച്ചിട്ട് ഇത് കൂടുതൽ പാകാക്കരുത്. കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അഥവാ കുറച്ച് കുറഞ്ഞു പോയാലും പിറ്റേ ദിവസം ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ അത് ശരിക്കും സെറ്റായിട്ട് കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, യാതൊരു പ്രിസർവേറ്റീവ്സോ കളറോ ഒന്നും ചേർക്കാത്ത നല്ലൊരു ജാമിൻ്റെ റെസിപ്പിയാണ്. ചെറിയൊരു പുളിയോട് കൂടിയിട്ടുള്ള ഒരു ജാമാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, പുളിയും മധുരമൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ കേട്ടോ. ജാം ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും കഴിച്ചോളും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്